ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിലായിട്ട് നമ്മൾ ഡാറ്റ സയൻസിൻ്റെ നമ്മളെ പൈത്തൺ സ്റ്റാർട്ടിങ് ആയിരുന്നു. വേരിയബിൾസ് പഠിച്ചു, അതുപോലെ ഡാറ്റ ടൈപ്സ്, ഫോർ ലൂപ്പ്, അതുപോലെ നമ്മളെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൈഫ്, ഡിഫ്, എൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തല്ലേ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യും, ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്നിവിടെ പറയാൻ പോകുന്ന ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ്. ഓക്കെ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കോഡിനെ ക്ലീൻ ചെയ്യാനും റീയൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സ്കോപ്പിലോട്ട് നമ്മൾ വരാം. ഓക്കെ, ആദ്യം ഫങ്ഷൻസ് നമ്മൾ കവർ ചെയ്തിട്ട് സ്കോപ്പിലോട്ട് വരാം. ഓക്കെ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റീയൂസബിൾ കോഡാണ്. നമ്മൾ അത്ര ഫങ്ഷൻ്റെ നോർമലി പറയുന്നുള്ളൂ. ഫങ്ഷൻ്റെ ഒരു നെയിം എഴുതിയാൽ ഫങ്ഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതാണ് റീയൂസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴും DEF എന്നാണ് ഫങ്ഷൻ എഴുതുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടത്. DEF എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഫങ്ഷൻ എഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടതാണ് DEF. അത് മറക്കരുത്. ഡിഫോൾട്ടായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ DEF ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ഈ എക്സാമ്പിളുകൾക്ക് നോക്കിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഞാൻ വേറെ ചെറിയ എക്സാമ്പിൾസ് ഒന്ന് ചെയ്തുതരാം, നിങ്ങൾക്ക് കവർ ചെയ്തുതരാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഈ സ്കോപ്പിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. സ്കോപ്പിലോട്ടൊക്കെ പറഞ്ഞാൽ വേരിയബിൾ കൊണ്ട് വെച്ചിട്ടുള്ള വേരിയബിൾ എവിടെ അസൈൻ ചെയ്യണം എന്നുള്ളത് സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോപ്പിൽ ലോക്കൽ സ്കോപ്പ് ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അതിലോട്ട് നമ്മൾ അതാണ് മെയിനായിട്ട് രണ്ടെണ്ണം. സ്കോപ്പിൽ ഈ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ലോക്കലും ഗ്ലോബലും. അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഫങ്ഷൻസ് എന്ന് കവർ ചെയ്യാം. ഫങ്ഷൻസിൽ തന്നെ പാരാമീറ്റർ, ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരാം, സ്കോപ്പിലോട്ട് വരാം. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കാം. ജസ്റ്റ് ഫങ്ഷൻ ആൻഡ് സ്കോപ്പ് നോക്കാം. ഓക്കെ, നോക്കാം .py. അതിലാണ് നമുക്ക് ഫങ്ഷൻ ആദ്യം എഴുതിയിട്ട് മറ്റേന് സെപ്പറേറ്റ് ചെയ്തത് .py. ഓക്കെ, നമ്മളങ്ങനെ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഒരു ഫങ്ഷൻ ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് മുൻപോട്ട് പോകാം. അപ്പോൾ ഫങ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ടാസ്ക് ചെയ്യാനുള്ളൊരു റീയൂസബിൾ ബ്ലോക്ക് ഓഫ് കോഡാണ് എന്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ഒരു റീയൂസബിൾ ടാസ്ക് ചെയ്യാനുള്ള ഒരു റീയൂസബിൾ ബ്ലോക്ക് ഓഫ് കോഡാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഞാൻ ഒരു DEF ഞാൻ പറഞ്ഞു, ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി DEF എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നെയിം റാൻഡമായിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കും. ഇപ്പോൾ സാമ്പിൾ എന്തും കൊടുക്കട്ടോ. നമ്മൾ റാൻഡമായിട്ട് ഒരു നെയിം കൊടുത്തു എന്നുള്ളൂ. എന്നിട്ട് 2 ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസും ചെയ്യുക. 2 ഡോട്ട് എൻ്റർ അടിക്കുക. അത് അപ്പോൾ ഫങ്ഷൻ്റെ ഉള്ളിലെത്തി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇവിടെ നമ്മൾ കോഡ് ചെയ്തു. നമുക്കിവിടെ ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് സാമ്പിളായിട്ട് ഒരു പ്രിൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഹലോ എന്ന് വിളിച്ചു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. എൻ്റർ അടിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ബാക്ക് സ്പേസ് അടിച്ചു. ഫംഗ്ഷൻ്റെ പുറത്തേക്ക് വന്നു. എന്നിട്ട് സാമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ നെയിം ഞാൻ ഇവിടെ കോൾ ചെയ്തു. ഫംഗ്ഷൻ നെയിം ജസ്റ്റ് ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിന് എന്ത് ചെയ്തു, റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഹലോ എന്നുള്ളത് കിട്ടും. കണ്ടോ, ഈ ഹലോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ഈ ഫംഗ്ഷന് സാമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് റീയൂസബിൾ കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഹലോ എന്നിട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു സാമ്പിൾ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ഫംഗ്ഷനിൽ പറയാൻ പോകുന്നത് ഫംഗ്ഷനിൽ ഡാറ്റ പാസ് ചെയ്യുക, എങ്ങനെയാണ് പാസ് ചെയ്യുക എന്നുള്ളത്. അതായത് പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, അതായത് ജസ്റ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് രീതി കാണിച്ചു തരാം, അല്ലാതെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. വേറെ ഫംഗ്ഷൻ എഴുതാം. DEF ഹലോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു നെയിം എന്നുള്ള വേരിയബിൾ എഴുതണം. നെയിം എന്നുള്ള വേരിയബിൾ എഴുതി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഒരു പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ ഹലോ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കോമ കൊടുത്തിട്ട് നമുക്ക് സിനാന്ന് വിളിക്കാം. ഹലോ സിനാന്ന് വിളിച്ചു.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. എന്നുകൊണ്ട് എൻ്റർ അടിച്ചു. ഫംഗ്ഷൻ്റെ പുറത്തേക്ക് ചാടിയതിനു ശേഷം ഫംഗ്ഷൻ നെയിമിനെ ഇവിടെ വിളിച്ചു. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വിളിച്ചാണ് ഹലോ എന്നുണ്ടല്ലോ, അത് ഈ ഫംഗ്ഷൻ നെയിമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ വേറെ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു സ്ട്രിങ് ആയിട്ടേ മൂവ് ചെയ്യത്തുള്ളൂ. അത് ഞാനിപ്പോൾ ഹലോ എന്നുള്ളത് മാറ്റി തരാം. നിങ്ങൾക്ക് അതിനൊരു കൺഫ്യൂഷൻ വേണ്ട. ഞാൻ സാമ്പിൾ തന്നെ കൊടുത്തു. അപ്പം അതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, സാമ്പിളാണ്. ഈ സാമ്പിളിനാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. ഈ ഹലോ എന്നുള്ള ജസ്റ്റ് ഒരു സ്ട്രിങ് ആയി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, മനസ്സിലാവും. ഞാൻ ഈ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, നെയിം എന്ന് വിളിച്ചു. സോറി, മിസ്റ്റേക്ക്. ഞാനിവിടെ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ സിനാൻ എന്ന് വിളിച്ചു. ഇവിടെ ഞാൻ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തുള്ള വേരിയബിൾ നെയിമിനെ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ഹലോ സിനാൻ എന്ന് കിട്ടും. അതായത് ഇവിടെയാണ് പാരാമീറ്റർ ആർഗ്യുമെൻറ്റ് പറയുന്നത്. ഇവിടെ ഞാനൊരു നെയിം എന്നൊരു വിളിച്ചിട്ട് നെയിം എന്നുള്ള വേരിയബിൾ സെറ്റ് ചെയ്ത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആ നെയിം എന്നുള്ള വേരിയബിൾ നെയിമിനെ ഞാൻ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ വിളിച്ചു. പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് കഴിഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഹലോൻ്റെ മുൻപും വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ വാല്യൂവിന് കൊടുത്തു. ഇവിടെ ഫംഗ്ഷൻ നെയിമാണ്, ഈ സാമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ നെയിമാണല്ലോ. ഈ ഫംഗ്ഷൻ നെയിം ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെയിം എന്നുള്ള വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ആർഗ്യുമെൻറ്റ് പാരാമീറ്റർ. എന്നിട്ട് ഞാൻ ഇവിടെയാണ് ആ നെയിമിനെ വിളിച്ചിട്ടുള്ളത്. ആ നെയിം, ഈ നെയിം എന്നുള്ള വേരിയബിളോട് ഞാൻ വാല്യൂ ഇടുന്നത് എവിടെയാണ്, ഇവിടെയാണ്. അപ്പോൾ ഞാൻ റൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഹലോ സിനാൻ എന്നുള്ളത് കിട്ടും. കണ്ടോ, ഹലോ സിനാൻ എന്ന് കിട്ടിയതുണ്ടോ? ക്ലിയർ ആയല്ലോ? അതാണ് ആർഗ്യുമെൻറ്റ് വിത്ത് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ പാരാമീറ്റർ ആർഗ്യുമെൻറ്റ് മനസ്സിലായോ? ഇതാണ് ഈ നെയിം എന്നുള്ള ഈ സംഭവമാണ് പാരാമീറ്റർ. അതാണ് എന്ത്, പാരാമീറ്റർ. ഈ സിനാൻ എന്നുള്ളതാണ് എന്ത്, ആർഗ്യുമെൻറ്റ്. ക്ലിയർ ആയാലും സിനാൻ എന്ന് കൊടുക്കുന്നത് ആർഗ്യുമെൻ്റ്, സ്ട്രിങ്ങിനുള്ള കൊടുത്തുള്ളത് ആർഗ്യുമെൻ്റ് ആണ്. ഈ നെയിം എന്നുള്ളത് പാരാമീറ്റർ. ക്ലിയർ ആയാലേ? ഓക്കെ, ഇനി മൾട്ടി പാരാമീറ്റേഴ്സ് എന്താ ചെയ്യുക? മൾട്ടി പാരാമീറ്റേഴ്സ് ഞാൻ ഇതിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം. മൾട്ടി പാരാമീറ്റേഴ്സ് ഞാനിവിടെ എ കോമ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ എ പ്ലസ് ബി എന്ന് കൊടുത്തു. ഞാനിവിടെ എന്ത് ചെയ്തു, പ്രിന്റ് അവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ എ കോമ ബി എന്ന് പറഞ്ഞു കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെ വാല്യൂ എങ്ങനെ കൊടുക്കണം, 10,030. ഇവിടെ പ്ലസ് പ്രിന്റിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലസും ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് കിട്ടും, 14 കിട്ടും. നമുക്ക് മനസ്സിലായോ? ഇവിടെ നമ്മൾ എത്ര പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തു, 2 മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 2 പാരാമീറ്റേഴ്സ് എ കോമ ബി എന്ന് വിളിച്ചു. ആ സെയിം സാധനം തന്നെ എക്കും വാല്യൂ കൊടുത്തു, ബിക്കും വാല്യൂ കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ഫംഗ്ഷനെ കാൾ ചെയ്തപ്പോൾ അവിടെ സെയിം റിപ്പീറ്റ് ചെയ്തു. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കാണി ഞാൻ പ്രിന്റിൻ്റെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയാലും അപ്പോൾ അത് പ്ലസ് ചെയ്തിട്ട് കിട്ടി. ഇതാണ് മൾട്ടിപ്പിൾ പാരാമീറ്റർ. സംഭവം സിമ്പിൾ, അധികം ഇതാക്കുന്ന ആവശ്യമില്ല. ഇത്ര വരുന്നുള്ളൂ. ഇനി അധികം പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന രീതി. അതായത് റിട്ടേൺ ഉപയോഗിക്കേണ്ട വാല്യൂവിനെ നമുക്ക് പുറത്തേക്ക് പോകുന്ന രീതി. അതായത് അത് ഞാൻ കാണിച്ചു തരാം വേണമെന്നുണ്ടെങ്കിൽ. സിമ്പിളാണ്, ഇത് പറയുന്ന ആവശ്യമില്ല. ഞാൻ ഇതിനൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. def ജസ്റ്റ് സം എന്നൊരു വേരിയബിൾ നെയിം കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തും കൊടുക്കാം. ഇപ്പം അത് നോക്കിയിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇത് സം എന്നൊരു വേരിയബിളിനെ വിളിച്ചു. സെയിം റിപ്പീറ്റ് തന്നെ എ കോമ ബി എന്ന് വിളിച്ചതിൻ്റെ ഉള്ളിൽ തന്നെ. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ എന്താണ്, റിട്ടേൺ എ പ്ലസ് ബി എന്ന് കൊടുത്തു. റിട്ടേൺ എ പ്ലസ് ബി എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടി, ഫംഗ്ഷൻ്റെ പുറത്തേക്ക് വരും. എന്നിട്ട് റിസൾട്ട് എന്നുള്ള ഒരു വേരിയബിൾ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിലൂടെ ഞാൻ ഫംഗ്ഷനെ കാൾ ചെയ്തു. ഫംഗ്ഷനെ കാൾ ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വാല്യൂവിന് പറഞ്ഞു കൊടുത്തു. എത്ര കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഈ റിസൾട്ട് എന്നുള്ള ഈ വേരിയബിൾ നെയിമിനെ വിളിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെയിം റിപ്പീറ്റ് തന്നെ. ഇതിനൊന്നും ഒരു വേരിയബിൾ ആക്കിയെന്നുള്ളൂ. ആ വേരിയബിളിന് ലാസ്റ്റ് പ്രിന്റ് ചെയ്യും. പക്ഷേ ഇവിടെ പ്രിന്റിൽ നമ്മൾ വരുന്നത്, ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ആ വേരിയബിൾസിന് ഇതേപോലെ പുറത്തേക്ക് എടുക്കാനും വേണ്ടിയിട്ടാണ് റിട്ടേൺ. പ്രിന്റിനോട് റിട്ടേൺ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഉണ്ടല്ലോ 44 എന്നുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് റിട്ടേൺ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂവിന് പുറത്തേക്ക് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, ഇത്ര വരുന്നുള്ളൂ. ഇനി ഡിഫോൾട്ട് പാരാമീറ്റർ ഒക്കെ ഉണ്ട്. നമ്മൾ പാരാമീറ്റർ ഓൾറെഡി പറഞ്ഞു. ഡിഫോൾട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിന് കമൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഡിഫോൾട്ട് പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. def എന്നുള്ള വേരിയബിൾ നെയിമിനെ കൊടുത്തു. def എന്ന് വേരിയബിൾ നെയിം കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു നെയിം എന്ന് പറഞ്ഞിട്ട് ഡിഫോൾട്ട് പാരാമീറ്റർ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നതാണ്.
ഇവിടെ വാല്യൂ കൊടുക്കുന്ന ഡിഫോൾട്ട്. നമ്മൾ മറ്റേത് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യായിരുന്നു നെയിമിനെ. ഇവിടെ ഓൾറെഡി ഞാൻ നെയിം ഒന്ന് ഡിഫോൾട്ടായിട്ട് പറഞ്ഞു കൊടുത്തു. ഇതാണ് ഡിഫോൾട്ട് പാരാമീറ്റർ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഹലോ സിനാൻ നമുക്കാക്കല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഹലോ എന്ന് കൊടുത്തു, കോമറ്റ് കണ്ട് നെയിമിനെ വിളിച്ചു. നെയിമിൽ ആരുണ്ട്, സിനാൻ എന്നൊരു ഈ നെയിം എന്നുള്ള പാരാമീറ്ററിൽ ആരുണ്ട്, സിനാൻ എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് സംഭവം. ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യും, ആ ഫംഗ്ഷനെ വിളിക്കും. ഈ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് റൺ നെയിം എന്ത് കിട്ടണം, ഹലോ സിനാൻ എന്ന് കിട്ടണം. ഹലോ സിനാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്തു, ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറെ നെയിം കൊടുത്തെന്ന് കരുതിക്കോ, സിനാൻ എന്ന് കൊടുത്തെന്ന് കരുതിക്കോ, സിനാൻ 1 എന്ന് കൊടുത്തെന്ന് കരുതിക്കോ. അപ്പോഴോ സിനാൻ 1 എന്ന് വന്ന് കണ്ടോ, അപ്പോൾ മാറിയില്ലേ, ലാസ്റ്റ് ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്ത്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നതിന്, ഇങ്ങനെ കൊടുക്കുന്നതിനാണ് ഡിഫോൾട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. അധികം സിമ്പിളല്ല, അധികം കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് സ്കോപ്പ്. എന്താണ് സ്കോപ്പ്? നമുക്ക് അതിനൊരു ഫയൽ ഉണ്ടാക്കാം. സ്കോപ്പ് അല്ലേ, സ്കോപ്പ് ഡ്യൂട്ട് പി വൈ, സോറി പി വൈ നോക്കാം, പി വൈ നോക്കണം, മിസ്റ്റേക്ക് വരുത്തരുത്. അതെ, നമുക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, വേരിയബിൾ എവിടെ ഉപയോഗിക്കാം എന്നത്, അതാണ് ഈ സ്കോപ്പ്. വേരിയബിൾ നമുക്ക് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ടൈപ്പ് ഓഫ് സ്കോപ്പ് വരുന്നുണ്ട്. ലോക്കൽ, ഗ്ലോബൽ, അതായത് ഫംഗ്ഷന് പുറത്ത് ഫംഗ്ഷനുള്ളിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനുള്ളിൽ, ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് മുൻപ് പുറത്ത് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിളോടെ ഞാൻ കവർ ചെയ്തുതരാം. അതാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞാലും ഫംഗ്ഷൻ, ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ലോക്കൽ സ്കോപ്പ് അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് സ്കോപ്പാണ്. ലോക്കൽ ആദ്യം, പിന്നെ ഗ്ലോബൽ. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് ലോക്കൽ എന്ന് പറയുന്നത്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ലോക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ലോക്കൽ എന്നുള്ള ഒരു വേരിയബിൾ നെയിം വേണമെങ്കിൽ കൊടുക്കാം. എന്തും കൊടുക്കട്ടോ, ഇനിയിപ്പോൾ അത് ലോക്കലിൽ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആലോചിച്ച് നിൽക്കുന്നത് വേണ്ട. ലോക്കൽ വേരിയബിൾ നെയിം കൊടുത്തു. ഇനി ഞാനിവിടെ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 100 എന്നുള്ളൊരു നമ്പർ കൊടുത്തു. എന്തും കൊടുക്കും, ഇനി സ്ട്രിങ് ആണെങ്കിൽ ഇവിടെ നെയിം ആണെങ്കിൽ കൊടുക്കും. ജസ്റ്റ് അവിടെ ഒരു ഇൻറ്റിജർ കൊടുത്തു എന്നുള്ളൂ. ഇനി അത് വെച്ചിട്ട് ഫംഗ്ഷൻ അടിക്കണം. ജസ്റ്റ് എക്സ് എന്നുള്ള ജസ്റ്റ് നമ്പർ കൊടുത്തു. എന്നിട്ട് പ്രിൻറ്റിൽ ഞാൻ എന്ത് ചെയ്തു, ആ എക്സിനെ വിളിച്ചു. ഞാൻ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, കാൾ ചെയ്യണം. ലോക്കൽ എന്നുള്ള ഫംഗ്ഷന് കാൾ ചെയ്തു. എനിക്കിവിടെ എന്ത് ആൻസർ കിട്ടും പറയാൻ പറ്റില്ല, 100 കിട്ടും. ഇതൊന്ന് കമൻറ്റ് ചെയ്തിടാം. ഞാൻ ചെയ്തത് ലോക്കലാണ്. ഞാൻ എന്ത് ചെയ്യണം, ഗ്ലോബൽ ചെയ്യണം. ഈ ഗ്ലോബൽ ചെയ്യുമ്പോൾ ഓക്കെ, ഈ ഗ്ലോബൽ നമുക്ക് ഇവിടെ സെയിം റിപ്പീറ്റ് തന്നെ. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനിതിൻ്റെ ടോപ്പിലാണ് എന്ത് പറഞ്ഞു കൊടുക്കുന്നത്, എക്സിൽ വാല്യൂ പറഞ്ഞു കൊടുക്കുന്നത്. എക്സിൽ വാല്യൂ പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ്, ഫംഗ്ഷന് പുറത്ത്. ഇതിനാണ് ഗ്ലോബൽ എന്ന് പറയുന്നത്. ഫംഗ്ഷന് പുറത്താണ് എന്ത് ചെയ്യുന്നത്, വാല്യൂസിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വിളിക്കാൻ നോക്കുകയാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഞാൻ വിളിക്കുന്നു, എക്സിനെ വിളിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതിന് പുറത്തേക്ക് ചാടിയതിന് ശേഷം, ഫംഗ്ഷൻ പുറത്തേക്ക് ചാടിയതിന് ശേഷം ഞാൻ ആ ഫംഗ്ഷനെ കാൾ ചെയ്യുന്നു. ഗ്ലോബൽ എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലോബലും ലോക്കലും തമ്മിലുള്ള വ്യത്യാസം. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഗ്ലോബൽ കീവേഡ്സ്, അതായത് എക്സ് ആയിട്ട് സെപ്പറേറ്റ് വിളിക്കാൻ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് തന്നെ ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾ മോഡിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഞാനിവിടെ എക്സ് 20 കൊടുത്ത് 100 ആക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി വേരിയബിൾ സെറ്റ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്ലോബൽ എന്നുള്ള നമ്മളെ മെത്തേഡ് ഉണ്ട്, അതിനെ വിളിച്ചിട്ട് ജസ്റ്റ് അതിൽ എക്സിനെ വിളിക്കാം, ആ വേരിയബിളിനെ വിളിക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എക്സ് ഈക്വൽ ടു ഒരു
100 ആക്കി മാറ്റി, ഒരു 8% ആക്കി മാറ്റി നോക്കിക്കോ. അപ്പോൾ നമുക്ക് എന്ത് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞ് വിളിക്കേണ്ടി വരും ലാസ്റ്റ്. നമുക്കിവിടെ ഓക്കെ ചേഞ്ച് വേണ്ട, ഈ സെയിം സാധനം പ്രിന്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരും, ഫംഗ്ഷന് താഴേക്കായിട്ട് വിളിക്കാം. പ്രിന്റ് നമുക്ക് എവിടെ വിളിക്കാം, വർക്ക് ചെയ്യും. പ്രിന്റിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് എക്സിനെ വിളിച്ചിട്ടാൽ മതി, കേട്ടോ. സംഭവം എന്ത് ചെയ്യും അറിയണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ ഗ്ലോബൽ എന്ന് വിളിച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഗ്ലോബൽ കീവേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്കോപ്പ് ഫങ്ഷൻസ്. നമുക്കിത് രണ്ടും കൂടി വെച്ചിട്ടുള്ള എക്സാമ്പിൾസ്, ഒരു മിനി എക്സാമ്പിൾ കാണുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അധികം ടൈം കുറേ ലാഗ് ആയല്ലോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾസ് വേണം ചെയ്ത് നോക്കാം. നമ്മൾ മുൻപോട്ട് വരുമ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു പ്രൊജക്റ്റ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നോട്ട് ചെയ്യാം. ഇതിന് വേറെ എക്സാമ്പിൾസൊക്കെ ചെയ്ത് നോക്കുക. നമ്മളിനി മുൻപോട്ട് പോകുമ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് കമൻറ്റിൽ ഡൗട്ട് ചോദിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ക്ലിയർ ചെയ്തിട്ട് മുൻപോട്ട് പോകത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് അപ്ഡേറ്റ്സ് നോക്കട്ടോ. ഓക്കെ, ഇതിന് മുൻപത്തെ പ്ലേലിസ്റ്റൊക്കെ കണ്ടിട്ട് വേണം ഇതിലോട്ട് വരാൻ. വലിയ കൺഫ്യൂഷൻ അടിക്കും കേട്ടോ. എന്തെങ്കിലും ഇൻസ്റ്റാളേഷനിലോ ഏതെങ്കിലും ഫയൽ ലൊക്കേഷൻ എന്തെങ്കിലും ഇപ്പം നമ്മൾ ചെയ്ത് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചോദിക്കുക, കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നമ്മളെ മെസ്സേജ് അയക്കാം. അതിൽ കോൺടാക്റ്റ് വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.